കോഴിക്കോട് കൊടുവള്ളി തട്ടിക്കൊണ്ടുപോകലിൽ ദുരൂഹതയേറുന്നു. തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ 1.5 മാസം മുമ്പ് ദുബായിൽ നിന്നും നാട്ടിലെത്തിയെങ്കിലും വീട്ടിലെത്തിയിട്ടില്ല. എന്നാൽ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്ന് പിതാവ് പറഞ്ഞു. അതേസമയം ഭീഷണിയുമായി ആദ്യം വീട്ടിലെത്തിയ 2 സംഘം സഞ്ചരിച്ച ബൈക്കിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, കൂടുതൽ ദുരൂഹതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? തീർച്ചയായും കെ.പി. സുരേഷ്, ഇന്നലെ വൈകുന്നേരമാണ് ഈ കൊടുവള്ളിയിലെ വീട്ടിലെത്തി ഒരു സംഘം കാറിൽ വീട്ടിലെത്തി ആയുധങ്ങളുമായി വീട്ടിലെത്തി അനൂസ് റോഷൻ എന്ന് പറയുന്ന 21-കാരനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഇവർ വന്ന കാറിലെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പ്രദേശത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ്, ഈ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൊടുവള്ളി പോലീസ് അന്വേഷണം നടത്തുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി കുടുംബം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ, അതായത് ജ്യേഷ്ഠൻ അജ്മൽ റോഷൻ ദുബായിലാണ്. ഈ അജ്മൽ റോഷൻ 2 മാസം മുമ്പ് നാട്ടിൽ എത്തിയിരുന്നു. എന്നാൽ നാട്ടിലെത്തിയിട്ട് അയാൾ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. മറ്റൊന്ന്, ഇങ്ങനെ ദുബായിൽ നിന്ന് മകൻ നാട്ടിലെത്തിയെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ കുടുംബം അന്ന് പോലീസിൽ പരാതി നൽകിയില്ല, എന്താണ് ഇതിന് പിന്നിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹത ഏറുകയാണ്. എന്തായാലും നിലവിൽ ഈ അനൂസ് റോഷന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങൾക്ക് മുമ്പ് ബൈക്കിലെത്തിയ 2 പേർ ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കുടുംബം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ, അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ പിതാവ് അടക്കമുള്ളവരെ കൂടി ചോദ്യം ചെയ്യുന്നതിലേക്ക് വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. KP. കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.